എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കഥയായിരുന്നു. പടച്ചവൻ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ദൗത്യം. എന്നാൽ ഇന്നത്തെ മനുഷ്യർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി ഇന്നത്തെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അത് സംഭാവന നൽകാൻ കഴിയുന്നില്ല. എന്തായിരുന്നു വിഷയം എന്നതാണ്. പടച്ചവൻ കഴിവ് നൽകിയ സന്ദർഭത്തിൽ മറ്റു ജീവജാലങ്ങളെക്കാൾ നാം ഒരു പടി മുന്നിലാണ് എന്ന് മനുഷ്യർ അഹങ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് നടന്നു. അഥവാ ഞാനാണ് ഏറ്റവും വലിയൻ, എന്നേക്കാൾ വലുത് വേറെ ആരുമില്ല എന്നുള്ള അഹങ്കാരവും അസൂയയും അങ്ങനെയുള്ള പലതും അവർക്ക് കൂടിയപ്പോൾ ദൈവം അവരുടെ കഴിവിനെ ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കൂടിക്കാഴ്ചയിൽ അവർ തീരുമാനിച്ചത് ഒരു മലമുകളിൽ കൊണ്ടുപോയിട്ട് ഈ മനുഷ്യരുടെ കഴിവ് ഒളിപ്പിച്ചു വെക്കാം എന്നതായിരുന്നു. പക്ഷെ മനുഷ്യർ അവിടേക്ക് എത്തും, അവിടെ എത്തിയിട്ട് അവന്റെ ആ കഴിവിനെ അവർ കണ്ടെത്തും എന്ന് തോന്നിയപ്പോൾ പിന്നീട് വന്ന അഭിപ്രായങ്ങൾ കടലിന്റെ ആഴങ്ങളിൽ കൊണ്ടുവെക്കാം എന്നതായിരുന്നു. അപ്പോഴും അവിടുന്ന് പറഞ്ഞത് മനുഷ്യർ കടലിന്റെ ആഴങ്ങളിലേക്കും പോയിട്ട് അവരുടെ കഴിവ് കണ്ടെത്തും എന്നതായിരുന്നു. പിന്നീട് അവസാനമായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു ഒരു മനുഷ്യന്റെ കഴിവിനെ അവന്റെ ഉള്ളിൽ കൊണ്ടുവെക്കാം എന്നതായിരുന്നു. കാരണം ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. കാരണം ഇനി ആർക്കെങ്കിലും അവരുടെ കഴിവ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അവനിലേക്ക് നോക്കാൻ കഴിയണം. അല്ലാതെ മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ അവന്റെ കഴിവ് കണ്ടെത്താൻ കഴിയില്ല. ഈ കഥയിലൂടെ നിങ്ങളോട് പറയുന്നത്, നമുക്ക് നമ്മുടെ കഴിവ് കണ്ടെത്തണോ, നമ്മുടെ അഹങ്കാരവും അസൂയയും അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഈ രോഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മിലേക്ക് മാത്രം നോക്കണം, അല്ലാതെ മറ്റുള്ളവരിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കഴിവ് ഒരു കാലത്തും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ ലോകത്തുള്ള 99% ആൾക്കാരും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നോക്കുന്നവരാണ്. ബാക്കി 1% ആൾക്കാർ മാത്രമാണ് അവരുടെ കഴിവ് കണ്ടെത്തിയിട്ട് അതിൽ വിജയിച്ചിട്ടുള്ളത്. മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബ്ബിൽ വീണ്ടും കാണാം.